ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ദിവസം മുൻപ് സാജിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അവൾ ഉമ്മയോട് ചെയ്തതെല്ലാം തെറ്റാണെന്നും അത് പൊരുത്തപ്പെടിപ്പിച്ച ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം പച്ചക്കള്ളമാണെന്ന് വീണ്ടും വന്ന് പറഞ്ഞിരിക്കുന്നു നമ്മൾ ഷഫീഖ്. അപ്പോൾ എന്തായാലും അത് സത്യമാണോ അസത്യമാണെന്ന് നമുക്കൊന്നറിയില്ല. അപ്പോൾ ഷഫീഖ് എന്താ പറയുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. നുണ ഇരുന്ന് പറയാണ്. ഈ പെണ്ണ് നുണ അല്ലാതെ പറയില്ല. പിന്നെ അവള് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിന്റെ പിന്നാലെ തന്നെ വാലും തൂക്കിയും നടക്കുക. അതാണ് അവർക്ക് റീച്ച് എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. കേട്ടോ, റീച്ച് പൈസ ബാക്കി മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മളുടെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫാണ്. ഇതിനെ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രഷർ കൂടിയിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ എന്റെ ടെൻഷൻ മൂലം ഞാൻ എന്തെങ്കിലും, എനിക്ക് ഇതിന് മുന്നും ഞാൻ കുറെ പ്രാവശ്യം ടെൻഷനും ബാക്കിയുള്ളതും കൂടിയിട്ട് 3-4 പ്രാവശ്യം സൂസൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയൊരു വ്യക്തിയാണ്. ഇപ്പോഴും അതേ മൈൻഡിലും. എവിടേക്ക് പോയ വ്യക്തി? കണ്ണൂർക്കോ കാസർഗോഡ്ക്കോ? എവിടേക്ക് സൂസൈഡും കൊണ്ട് പോയത്? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇതൊന്നും ചെയ്യൂല. ഇതൊക്കെ അന്റെ ഡ്രാമയാണെന്ന് എനിക്കറിയാം, മനസ്സിലായി. ഇതൊന്നും ചെയ്യൂല. ഇനി ഏറി വന്ന ഇതൊന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു വരയെ കുറി ഉണ്ടാക്കിയിട്ട് ഇതൊരു സെന്റിമെന്റ് ഉണ്ടാക്കാൻ ഒരു പൊറാട്ട നാടകം കളിക്കും എന്നുപരി വേറെ ഒന്നും സാജിദാജി ചെയ്യൂല. അതെന്തുകൊണ്ടാണ് അറിയോ? ഇജ അങ്ങനെ ചെയ്യുന്നവളാണ്. അത്തരം മനസ്സുള്ള ഒരാളായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവ എത്ര പറഞ്ഞുകൊണ്ട് നിന്നോട് ഇജ് ഇങ്ങനെ പോയാൽ ഞാൻ എന്റെ ജീവൻ കളയുന്നത് അന്ന് ഇജ് കേട്ടോ. അന്ന് ഇപ്പൊ ഞാൻ എങ്ങനെയാണോ പുച്ഛിക്കണത് അതുപോലെ പുച്ഛിച്ചാണ്ട് വിട്ടല്ലേ ചെയ്തത്. അപ്പോ അത്തരം എന്താ പറയാ, വലിയ വലിയ മുതിർന്നവർ സംസാരിക്കുന്ന സംസാരമൊന്നും എന്നോട് വേണ്ട. ഇജ് ചത്ത ജനക്കട് പോയി എന്നല്ലാതെ ആർക്ക് പോയി? അജ്ജ് ചത്തു കുറിച്ച് അതിന്റെ കാരണം ഇജ്ജ് തന്നെയാണ്. കാരണം അത്തരം മക്കൾ രക്ഷപ്പെടുന്നേ ഞാൻ വിശ്വസിക്കൂ. ഇവളങ്ങനെ എന്തെങ്കിലും ചെയ്താലും ആ മക്കളെ രക്ഷപ്പെടും. കാരണം എന്താ അറിയോ? പിന്നെ ആ മക്കളെ നല്ല അധ്യാപകരും നല്ല ആളുകളും കൂടി വളർത്തും. അത് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നിന്റെ ഉമ്മയും ഉപ്പയും എന്തിനാ അത് ചെയ്തേ എന്ന് നാളെ മേലാക്ക് ആ കുട്ടികൾ വലുതായിട്ട് തീരുമാനിച്ചാൽ പോലും അവർക്ക് കണ്ടെത്തുന്ന ഉത്തരം നിന്റെ ഉമ്മ ചാകണ്ടവളാന്ന് മാത്രമായിരിക്കും. 100% അങ്ങനെ ആയിരിക്കും. കാരണം എന്താ, എന്റെ ഉമ്മയുടെ ഉമ്മാനോട് എന്താ ചെയ്ത് അത്ര മാത്രമേ ആ മക്കള് ചിന്തിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചാകണിയും കൊല്ലിനൊക്കെ ഉള്ള കാര്യം നിൽക്ക്. ഇതുവരെ ഓള് കൊല്ലാൻ നടക്കായിരുന്നു. ഇന്ന അങ്ങനെ കൊല്ലും ഇങ്ങനെ കൊല്ലുന്ന്. ഇപ്പൊ ഒന്നിനും കഴിയില്ലാണ്ട് അപ്പൊ ഓള് ചാകാൻ നടക്കുക. വേറെ കാര്യങ്ങൾ എന്താ വെച്ചാൽ പണിക്കരത്ത് പോയിരുന്നു. കബഡിയൊക്കെ ഒന്ന് നിരത്താന് ഈ ബോധമൊക്കെ എന്നെനിക്ക് വന്നു. ഒന്നിന്റെ പിന്നാലെ നടന്ന് കാശ് പിരിക്കേണ്ട ബോധമൊക്കെ എനിക്ക് എന്നേ വന്നു മകളെ. എനിക്കൊരു പിടുത്തമല്ല. ഞാൻ മഹർണ എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കിന്റെ അടുത്ത് വാങ്ങി എത്ര 2-2.5 ലക്ഷം റുപ്യ ആ ഷർഫലിന്റെ അടുത്ത് വാങ്ങി. ആ പൈസ തിരിച്ചു കൊടുത്തോ? അവനെ കല്യാണം കഴിക്കാന്നും പറഞ്ഞിട്ട് അവനെ കൊണ്ട് മഹറിന്റെ പൈസ വാങ്ങി വിളിച്ചതല്ലേ? ഇതൊന്നും ഞാൻ പറഞ്ഞുണ്ടാക്കിയ കഥകളല്ലല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. ആ പൈസ നീ തിരിച്ചു കൊടുത്തോ? ഇല്ല. ആ കിളവന്റെ അടുത്ത് ചെയ്തത് നീ തിരിച്ചു കൊടുത്തോ? അന്നൊന്നുമില്ലാത്ത മാനസാന്തരവും ഒക്കെ പാടപ്പം ഇപ്പൊ വന്നിട്ട് ഞാൻ മരിക്കും, ഇന്നെങ്ങനെ ചെയ്ത എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന ഇതാണ്. മനസ്സിലായോ? മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി അവരെ അപമാനിക്കുന്നതും അവരെ എന്താ പറയുന്ന സമൂഹത്തിന്റെ മുമ്പിൽ പച്ച തെറി വിളിച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ഇങ്ങോട്ട് ആർക്കും പറയാൻ പറ്റൂല, കാരണം എന്റെ അടുത്ത് ചാനലുണ്ടല്ലോ എന്നുള്ള ഒരു അഹംഭാവല്ലായിരുന്നു. ഇപ്പൊ ചാനല് രക്ഷിക്കണില്ലല്ലോ എന്നെ. ഇപ്പൊ ചാനല് പറയണത് എന്തെങ്കിലും കാട്ടെ, ഞാൻ ഇന്നതിൽ ഇടപെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ചാനലിൽ കിടക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ റിപ്പോർട്ട് എടുത്തുകൊണ്ട് ആർക്കും റെക്കമെൻഡ് യൂട്യൂബ് കൊടുക്കുന്നില്ല ഇവളുടെ ചാനലിന്. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ ഈ ചാനലിൽ നടക്കുന്നുണ്ട് ഇവളുടെ. അത് കാരണമാണ് ഇവളിപ്പോ ഈ കഥകളും കൊണ്ട് വന്നിക്കണത്, കണ്ണീരും കഥകളുമായിട്ടുള്ള ഈ വരവ്. അത് ഇനിയും ഒരുപാട് വരാനുണ്ട്. ആർക്കെങ്കിലും മാനസാന്തരം തോന്നിയിട്ട് ഇതൊന്നും അല്ല, അപ്പൊ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിമ നിർത്തിയത്. ആർക്കെങ്കിലും മാനസാന്തരം തുടങ്ങിയിട്ട്
5 മക്കളല്ലേ, അതുകൊണ്ട് അവളെ വഴിക്ക് വിട്ടുള്ളാന്ന് പറയുന്നവര് ഇന്റതും മക്കളാണ്, ഇന്റതും ഉമ്മയാണ്, ഇന്റതും വാപ്പയാണ്. അവരൊക്കെ അത്ര പച്ചത്തെറി പറഞ്ഞിട്ട് അവൾ ആ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അവൾ ഇപ്പോഴും പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ മരിക്കാന് ഒരിക്കലും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാത്തത്, ആ കുട്ടികളുടെ വാപ്പ. ഇവരോടൊക്കെ ചെയ്തത് ആ കൈസിന്റെ വൈഫിനോട്, കൈസിന്റെ ഒക്കെ വൈഫിന് എത്രത്തോളം, നിങ്ങൾക്കൊക്കെ ഒന്ന് വന്നു നോക്കണം ഈ അനുഭവം, മനസ്സിലായോ? നിങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ കയറെടുക്കും അല്ലെങ്കിൽ ബ്ലേഡ് എടുക്കും, അതേ നിങ്ങളെ കൊണ്ടൊക്കെ ചെയ്യുള്ളൂ. എന്നെ പോലെ കൈസിനെ പോലെ നേർക്ക് നേര് നിന്ന് പൊരുത്താൻ നിങ്ങൾക്ക് കഴിയൂല. നിങ്ങൾക്ക് അല്ലെങ്കിൽ അറിയാം അവളെ അടിക്കുക എന്നുള്ളത്. പെണ്ണിനെ തല്ലണ ആണല്ലോ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാ. പെണ്ണിനെ തല്ലണവനാണല്ല. അവളുടെ ഫേക്ക് മുഖം എന്തായിരുന്നോ അത് സമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു കീറിയിട്ട് ഇടുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് ഞാൻ ശരിക്കും ഇടുകയും ചെയ്തു. അത് അവൾക്ക് നന്നായി ഏൽക്കുകയും ചെയ്തു. അപ്പൊ അവളുടെ ഭർത്താവിന്റെ ഈ കബീറിന്റെ വീട്ടുകാരായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്നുള്ളതും അവരെനിക്ക് മറ്റേ മെസ്സേജ് അയക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. അതൊക്കെ തന്നെ പൊട്ടിക്കണേ. കാരണം എന്താ, ഇനിയും എന്നോട് കളിച്ച പലതും ജനങ്ങൾ അറിയുന്നുള്ള ഉറച്ച പേടി അവൾക്ക് നല്ല ഉണ്ട്. അതിലുപരി ഈ ചൈൽഡിന്റെ കേസും മറ്റേ ഇവന്റെ കേസും കൈസിന്റെ കേസും ഡൽഹി കേസും അങ്ങനെ ഒരു 3-4 കേസ് ഒരുമിച്ച് വട്ടം ചുറ്റി കളിക്കുന്നുണ്ട്. പെണ്ണാണ്, എനിക്ക് എന്തും നടക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അവളുടെ. അന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ അയക്കൂല, അന്നെ ഞാൻ ഇവിടെ ഇട്ട് പൂട്ടും, എന്നിട്ട് കാണിച്ചു തരാം നിന്റെ ചാനൽ. ഇവളെ നിങ്ങൾക്ക് അറിയോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതിനോടൊപ്പം വെക്കാം. ഇവളില്ലേ, എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ ബർത്ത്ഡേ എന്നൊരു മെസ്സേജ് കിട്ടു. എന്ത് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും മറ്റേ ഒക്കെ നൽകട്ടെ പടച്ച റബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദ്വയൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു മറ്റേ മെസ്സേജ് കിട്ടു. ഞാൻ അതിന് ആമീൻ പറയാനൊന്നും പോയില്ല. അതെന്താ ഇവളല്ലേ ദ്വയർക്കണേ, പിന്നെ എന്തിനാ അതിന് ആമീൻ പറയണു? അതുകൊണ്ട് ഞാൻ അതിന് ആമീൻ പറയാൻ പോയില്ല. അപ്പോ ഇവള് മാക്സിമം എന്നോട് അടുക്കാൻ നോക്കിയിരുന്നു എന്നോട്. പക്ഷെ ഞാൻ അതിന് നിന്ന് കൊടുത്തിട്ടില്ല. നിന്ന് കൊടുത്താ എനിക്ക് ഉറപ്പാണ് ഞാൻ ചന്ദ്രനിലെത്തും. അജാതി പോക്കായിരിക്കും റോക്കറ്റ്. അതുകൊണ്ട് ഷെരീഫിന് അതിന് കിട്ടിയില്ല. അതാണ് ഇവൾക്ക് ഏറ്റവും വലിയ ദേഷ്യം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് ഞാൻ ഇവിടെ വെക്കാം. അവള് പറഞ്ഞത് എന്താണെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്ക്. ഞാൻ നുണയൊന്നും അല്ല പറയുന്നത്. അവള് ഇന്നോട് നല്ല രീതിയിൽ മെസ്സേജ് കുറെ അയച്ചിരിക്കണം അവളെ. പക്ഷെ അവളോട് ഞാൻ അടുക്കുന്നില്ല, മനസ്സിലായോ? അവൾക്ക് ഇന്ന ഒരു വിലയില്ല, അങ്ങനത്തോനാണ്, ഇങ്ങനത്തെ മണ്ണാർക്കാട് എനിക്ക് വില ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തിനാ അവള് ഇന്നെ ഫോളോ ചെയ്തിരുന്നു? ഞാൻ ഫോളോ ബാക്ക് ഇതുവരെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫോളോ ബാക്ക് ഇതുവരെ അടിച്ചിട്ടേ ഇല്ല. കാരണം എന്താ വെച്ചിട്ടാ അവൾ ഇന്നെ ഫോളോ ചെയ്തിരുന്നു, ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല, ചെയ്യാനും പോകുന്നില്ല. എന്നിട്ട് അവള് മാക്സിമം എന്നോട് ഒട്ടി ഉണഞ്ഞ് വന്നു നോക്കി. എല്ലാരും ഇവള് പരിചയപ്പെടുന്ന ആളുകളെ പോലെയാണ് ഞാനും എന്ന് വിചാരിച്ചിട്ട് മാക്സിമം അവൾ ട്രൈ ചെയ്ത് നോക്കി. ഒന്നിനും കിട്ടണില്ല എന്ന് കണ്ടപ്പോഴാണ് അവൾ ഈ അംഗത്തിന് ഇറങ്ങിയത്. ഈ അംഗത്തിന് ഇറങ്ങിയപ്പോൾ അവൾക്ക് ശരിക്കും മനസ്സിലായി എന്താണ് ഇനി ഒരാണിന്റെ അടുത്ത് പോയാ ഉണ്ടാവുക എന്നുള്ളത്. അത് ഷെരീഫ് ശരിക്കാണ് പഠിപ്പിച്ചു കൊടുത്തുക്കണം. ഞനക്ക് ബാക്കിയുള്ളതല്ലേ വഴിയേ വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് സഹതാപം തോന്നുന്നവര് പറയാ, ഇവിടെ ജീവിക്കാൻ അവകാശമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവരൊന്നും ഇപ്പോ ഇല്ല. കാരണം എന്താ അറിയോ, ഇവളങ്ങോട്ട് ഒതുക്കിയതാ. ഇവളെ വിചാരിച്ച എല്ലാരും ഇതുപോലെ ഒതുങ്ങുന്നതാണ്. അതിന് വേറെ ആളെ നോക്കണം. ഇനി വരുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാഹ് കാണാൻ നമുക്ക്. അപ്പൊ എന്നാ ഞാൻ പോട്ടെ. പെങ്ങളെമ്പടും മുറ്റത്ത് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് സാജിതക്കായ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ ഇഷ്ടമായാൽ ഷെയറും ചെയ്യണം കേട്ടോ.